ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണല്ലോ അരുണിമ ആൻഡ് ജോർജ് അങ്കിൾ ഇഷ്യൂ. അപ്പം അതിനെക്കുറിച്ച് എൻ്റെ തിങ്കിങ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പ് നമുക്ക് ഈ വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം ഒന്ന് കണ്ടിച്ചു വരാം. ഓക്കെ, എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ആളെന്നെ ഇന്ന് വയ്യ 70 വയസ്സുണ്ട്. ആ 70 വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ കൂടെ വന്നു. ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കേസ്. അരുണിമ ബാക്ക് പാക്ക് ബ്ലോഗറിൻ്റെ ഇഷ്യൂ വിത്ത് ജോർജ് അങ്കിൾ. അങ്കിൾ എന്ന് വിളിക്കട്ടെ. അദ്ദേഹത്തിന് ഒരു 70 വയസ്സുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം അങ്കിളിൽ തന്നെ വിളിക്കട്ടെ. അദ്ദേഹം അരുണിമയുടെ വീഡിയോയിൽ പറയുന്നുണ്ട്, അരുണിമയെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, അമേരിക്കയിൽ വന്ന് ഫസ്റ്റ് ടൈമിൽ പോയി പിക്ക് ചെയ്തത് ജോർജ് അങ്കിളാണെന്ന് അരുണിമ പറയുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അറിവനുസരിച്ച് നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ട്രാവലർ അമേരിക്കയിൽ വരുമ്പം നമ്മൾ എയർപോർട്ടിൽ എങ്ങോട്ട്, ഏത് വീട്ടിലോട്ട് അല്ലെങ്കിൽ ഏത് അഡ്രസ്സിലാണ് നമ്മൾ പോകുന്നത്, എവിടെയാണ് നമ്മൾ താമസിക്കുന്നതെന്ന് എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അരുണിമ ജോർജ് അങ്കിളിൻ്റെ അഡ്രസ്സ് ആയിരിക്കണം കൊടുത്തത്. അപ്പം അരുണിമയുടെ അലിഗേഷൻ പോലെ ജോർജ് അങ്കിളും കുടുംബവും പാതിരാത്രിക്ക് അരുണിമയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങളായിട്ട് അമേരിക്കയിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ജോർജ് അങ്കിളിനും ഫാമിലിക്കും നന്നായിട്ട് അറിയാം. കാരണം ഇത് ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ ആദ്യം അന്വേഷണം വരുന്നത് അവരുടെ അടുത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ അവരൊരിക്കലും പാതിരാത്രിക്ക് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ അവർ അത് വീഡിയോ പ്രൂഫ് വിട്ടല്ലോ. മൺഡേ മോർണിംഗിൽ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തോ അരുണിമയുടെ ഈഗോ ഹേർട്ട് ചെയ്തോ എന്തോ ആ കുട്ടിയെ പാതിരാത്രിക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ നമ്മൾ തന്നെ ട്രാവൽ ചെയ്യുന്നൊരു കുട്ടിയാണ് അരുണിമ. ഐ അപ്രീഷിയേറ്റ് ഹെർ കറേജ്. പക്ഷേ നമ്മൾ തന്നെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, അത് ആണായാലും പെണ്ണായാലും, നമ്മുടെ സേഫ്റ്റി നമ്മളെപ്പോഴും അത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതാണ്. കാരണം പാതിരാത്രിക്ക് അവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലും ആ കുട്ടി ഇറങ്ങുന്നതിന് മുമ്പ് ഗൂഗിളിൻ്റെ ഒത്തിരി സഹായം നമുക്ക് കിട്ടുമല്ലോ ഫോണിൽ. അപ്പം ഒരു ഗൂഗിളിൽ ഏതെങ്കിലും നിയർ ബൈ ഹോട്ടൽ സെർച്ച് ചെയ്തിട്ട് നല്ല റേറ്റിംഗ് ഉള്ളൊരു ഹോട്ടലിലേക്ക് വിളിച്ച് അവിടെ റൂമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുകയായിരുന്നു വേണ്ടത്. അല്ലാതെ റോഡിൽ കൂടെ കരഞ്ഞുകൊണ്ട് നടന്ന്, അതും പാതിരാത്രിക്ക് കരഞ്ഞുകൊണ്ട് നടന്ന് വീഡിയോ എടുത്ത് നടക്കുമ്പം നമുക്ക് ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് അമേരിക്കയിൽ പല ആൾക്കാരുണ്ട്, പല കൺട്രീസിൽ നിന്ന്, പല കൾച്ചറിൽ നിന്നുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പം അതൊട്ടും സേഫ്റ്റി വൈസ് അതൊട്ടും ശരിയല്ല ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ഊബർ സൗകര്യം നമുക്ക് കിട്ടും ധാരാളം. 24/7 ഊബർ വിളിക്കാൻ പറ്റും. അപ്പം ആ കുട്ടിക്ക് ഒരു ഊബർ വിളിച്ചിട്ട് നിയർ ബൈ ഹോട്ടലിലോട്ട് ഒന്ന് ആക്കി തരാൻ പറഞ്ഞാലും തീർച്ചയായിട്ടും അതും നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം അരുണിമ തന്നെ പറയുന്നുണ്ട്, ജോർജ് അങ്കിൾ വളരെ സ്നേഹത്തോടെ വളരെ കാര്യമായിട്ട് അരുണിമയെ നോക്കിയത്. അപ്പം ഈ കൊച്ചുമക്കളുമായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അരുണിമയ്ക്ക് ബേസിക്കലി ഉണ്ടായതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം അരുണിമയ്ക്ക് ഇനിയിപ്പം ഊബർ വിളിക്കാൻ ഫോണിൽ സൗകര്യം ഇല്ലെങ്കിൽ ജോർജ് അങ്കിളിനോടൊന്ന് പറഞ്ഞാലും മതിയായിരുന്നു. ഒരു ഊബർ അറേഞ്ച് ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും അത് ചെയ്തു കൊടുത്തേനെ. കാരണം അരുണിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പുറകെ തൂങ്ങേണ്ടി വരുന്നതിൽ ഫസ്റ്റ് ആൾ ജോർജ് അങ്കിൾ തന്നെയായിരിക്കും. അപ്പം അതുമാത്രമല്ല, അരുണിമയുടെ വീഡിയോയിൽ പറയുന്നുണ്ട്, ന്യൂയോർക്കിൽ പോയപ്പം കൂടെ പോയി ജോർജ് അങ്കിൾ ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അരുണിമയ്ക്ക് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യാനൊന്നും ഒരു മടി കാണിക്കാത്ത ഒരാളായിട്ടാണ് ജോർജ് അങ്കിളിനെ കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിലും അരുണിമയ്ക്ക് ഈ വ്യാഴം തുടങ്ങി സാറ്റർഡേ നൈറ്റ് വരെ ഫുഡും എല്ലാം കൊടുക്കുകയും അതുപോലെ കുട്ടിയുടെ ഡ്രസ്സും എല്ലാം വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തെന്ന് ആ കുട്ടി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരത് ചെയ്തേനെ.
പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ പോകുന്നത് ഒരു മെക്സിക്കൻ റൈഡ് കൊടുത്തെന്നാണ് പറയുന്നത്. മെക്സിക്കൻ എനിക്ക് തോന്നുന്നത് അത് ഫസ്റ്റ് ടൈമിലായിരിക്കും അരുണിമ അയാളെ മീറ്റ് ചെയ്തത്. അപ്പം എന്ത് ധൈര്യത്തിൽ ആ കുട്ടി തികച്ച ഒരു സ്ട്രേഞ്ചർ, ഒരു നാട്ടുകാരൻ പോലും അല്ല, ഒരാളുടെ കാറിൽ കയറാനുള്ള ധൈര്യം ആ കുട്ടിക്ക് എങ്ങനെ കണ്ടു എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ സേഫ്റ്റി നോക്കണമല്ലോ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഊബറൊക്കെ വിളിക്കുമ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, സാധാരണ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ ബാക്ക് സീറ്റിലാണ് ഇരിക്കാറ്, ഫ്രണ്ട് സീറ്റിൽ നമ്മൾ ഇരിക്കത്തില്ല. കാരണം അത് നമ്മുടെ സേഫ്റ്റിക്കും അതുപോലെ ആ ഡ്രൈവറിൻ്റെ സേഫ്റ്റിക്കുമാണ്. നമ്മൾ കൂടെ ഇരുന്നപ്പോൾ നമുക്കറിയത്തില്ല അവരെന്താ നമ്മളെ ചെയ്യുന്നത്, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോൾ ബാക്കിലാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു സേഫ്റ്റി മെഷർ നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ആരും ആ ഫ്രണ്ടിൽ അങ്ങനെ ഇരിക്കാറില്ല. പക്ഷെ ആ ഒരു വീഡിയോയിൽ അരുണിമ ഫ്രണ്ടിലിരുന്ന് അയാളുടെ കൂടെ ട്രാവൽ ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതുപോലെ അരുണിമ കരയുന്നതിൻ്റെ കാര്യം തീർച്ചയായിട്ടും അയാൾ ചോദിച്ച് കാണുമല്ലോ മെക്സിക്കൻ. അപ്പം നമ്മുടെ ഇത്രയും ദിവസം, ഒരു 3 ദിവസമെങ്കിൽ 3 ദിവസം അരുണിമയെ ഇത്രയും കാര്യമായിട്ടൊക്കെ ട്രീറ്റ് ചെയ്ത ആ ഒരു വ്യക്തിയുടെ കുറ്റം അരുണിമ ആ ഒരു തേർഡ് പാർട്ടിയോട് അല്ലെങ്കിൽ മെക്സിക്കനോട് ഷെയർ ചെയ്ത് കാണുമല്ലോ. അതും ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അരുണിമ അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്തതും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്നുമല്ലെങ്കിൽ 3 ദിവസം കുഞ്ഞിനെ കാര്യമായിട്ട് കരുതിയ ഒരു ഫാമിലിയെ അത്രയ്ക്ക് നാണം കെടുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുക. അത് പിന്നെ ആ കുട്ടിക്ക് അങ്ങ് പറഞ്ഞു തീർക്കായിരുന്നു. ഇതിപ്പോൾ ആ ഫാമിലിയെ മൊത്തം സോഷ്യൽ മീഡിയ വഴി അവരുടെ ആ ഒരു റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള അലിഗേഷൻസ് അല്ലേ സോഷ്യൽ മീഡിയ വഴി സ്പ്രെഡ് ആവുന്നത്. ആ ഫാമിലി ജോർജ് അങ്കിൾ കാരണം, ജോർജ് അങ്കിൾ അങ്ങനെയൊരു ആ കുട്ടിക്കൊരു അക്കോമഡേഷൻ കൊടുത്തത് കാരണം അങ്കിളും അങ്കിളിൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഇപ്പം സോഷ്യൽ മീഡിയ വഴി വളരെ നാണം കെടുന്നൊരു അവസ്ഥ ഉണ്ടായില്ലേ. അതുപോലെ പിന്നെ അങ്കിള് കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ അതൊക്കെ ചെയ്തത്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കാമായിരുന്നു. ഈ യൂട്യൂബിലിടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അരുണിമയ്ക്ക് ഒന്ന് ചിന്തിക്കാമായിരുന്നു. ഒന്നുമല്ലെങ്കിലും 2 ദിവസം അവിടെ കരുതി മകളെപ്പോലെ നോക്കിയ ഒരു ഫാമിലി അല്ലേ അത്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ നമ്മൾ കരുതുന്ന പോലെയല്ല ഈ അമേരിക്കൻ ലൈഫ് എന്ന് പറഞ്ഞാൽ. അത് വളരെ എന്താ പറയുക, ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം നമ്മുടെ നാട്. അപ്പം നമ്മളൊരു വീട്ടിലേക്ക് താമസിക്കാൻ ചെല്ലുമ്പോൾ പല കാര്യങ്ങളും ഇപ്പം നമ്മുടെ സ്വന്തം ആൾക്കാരുടെ വീട്ടിലാണെങ്കിൽ പോലും ആ വീട്ടിലും പല ബുദ്ധിമുട്ടുകളും, അല്ലെങ്കിൽ വേറൊരു തേർഡ് പാർട്ടിയെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ടൈമിങ്, നമ്മുടെ വർക്ക് സ്കെഡ്യൂള് എല്ലാം എഫക്റ്റഡ് ആവും. അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ഉള്ള വീടുകാരാണെങ്കിൽ അവരുടെ ടൈമിങ് എല്ലാം വളരെ എഫക്റ്റഡ് ആകും. അതുകൊണ്ട് ഒത്തിരി സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരാളെ നമ്മുടെ വീട്ടിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നത് തന്നെ. അപ്പം ഈ കുട്ടിക്ക് വ്യാഴം തുടങ്ങി സാറ്റർഡേ വരെ അവിടെ അക്കോമഡേഷൻ കൊടുത്തെങ്കിൽ ആ ഫാമിലി വളരെ ഒരു നല്ല കാര്യമാണ് അരുണിമയോട് ചെയ്തത്. പക്ഷെ അരുണിമ തിരിച്ച് ആ ഫാമിലിക്ക് കൊടുത്ത എന്താണെന്നൊന്ന് ചിന്തിച്ചാൽ സോ വാട്ട് ഡു ഐ സേ. അതുപോലെ തന്നെ എന്താ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ ഇഷ്യൂ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആകുമ്പം മറ്റ് ഫാമിലി, ഇത് കാണുന്ന മറ്റ് ആൾക്കാർ വിചാരിക്കും ഇനി ഒരാളെ അല്ലെങ്കിൽ അറിയാത്ത ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യില്ല എന്ന് അവരൊരു തീരുമാനം എടുക്കാൻ സാധ്യതയില്ലേ. അങ്ങനെ ആകുമ്പം ഇനി വരുന്ന മറ്റു ആൾക്കാർക്ക് പോലും അത് നെഗറ്റീവിൽ അത് അഫക്റ്റഡ് ആവും. അവർക്കൊരു അക്കോമഡേഷൻ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും ഇവിടെ. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അരുണിമ വീഡിയോ അപ്ലോഡ് ചെയ്തത് തികച്ചും ശരിയായില്ല എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. അതുപോലെ ജോർജ് അങ്കിൾ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തല്ലോ, അവരോട് മൺഡേയിലാണ് പോകാൻ പറയുന്നത്, അല്ലാതെ അന്ന് നൈറ്റ് തന്നെ പോകാൻ പറഞ്ഞിട്ടില്ല അവർ എന്നാണ് ആ വീഡിയോയിൽ കൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം നമ്മൾ വേറൊരു കൺട്രിയിൽ, തികച്ചും പരിചിതമല്ലാത്തൊരു കൺട്രിയിൽ നമ്മൾ വന്ന് താമസിക്കുമ്പം നമ്മുടെ ഈഗോ ഒക്കെ നമ്മൾ എന്താ പറയുക, കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് സാഹചര്യമാക്കിയെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. എൻ്റെ ഒരു ചിന്ത കേട്ടോ.
പറയുന്നത്. അതുപോലെ അരുണിമയുടെ അടുത്തൊരു വീഡിയോ ഞാൻ കണ്ടു. അത് അരുണിമയുടെ പപ്പായുടെ കൊളീഗിൻ്റെ ഒരു വീട്ടിലായിരുന്നു ആ കുട്ടി. അപ്പം അങ്ങനെ അരുണിമയ്ക്ക് ഫാദറിൻ്റെ അതെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നേരത്തെ തൊട്ടേ ഫാദർ വഴിയായിട്ടും ഒക്കെ പരിചയമുള്ള ഫാമിലിയാണ് അത്, അല്ലേ? അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫാമിലിയിലേക്ക് നേരിട്ട് വരുമല്ലായിരുന്നോ ഒന്നും കൂടെ നല്ലത്. ഇതിപ്പം ഈ ജോർജങ്ങളുടെ അരുണിമയ്ക്ക് എങ്ങനെയാണ് പരിചയം എന്നെനിക്കറിയില്ല. അപ്പം അരുണിമയ്ക്കും അരുണിമയുടെ വീഡിയോയിൽ പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാണ് ജോർജങ്ങൾ ഇങ്ങനെയാണ് അവിടെ താമസിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നൊക്കെ പറഞ്ഞ ഒരു അലിഗേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അരുണിമ എന്തിനാ ആ ഒരു അക്കോമഡേഷൻ പിക്ക് ചെയ്തത്? സ്വന്തം അറിയാവുന്നവർ അല്ലെങ്കിൽ വ്യക്തമായിട്ട് അരുണിമയുടെ ആർക്കെങ്കിലുമൊക്കെ അറിയാവുന്ന ഒരാളുടെ വീട്ടിൽ പോയി താമസിക്കുന്നതായിരുന്നില്ലേ നല്ലത്? അപ്പോൾ അരുണിമ ഈ പറഞ്ഞതൊക്കെ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചേരാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും ആ കുടുംബത്തിന്, ജോർജങ്ങളിലും കുടുംബത്തിനും അവർ അങ്ങനെ ഒരു സഹായം ചെയ്തത് മൂലം അവരുടെ കുടുംബത്തിന് വന്ന ആ ഒരു അപമാനം, അത് ഇറ്റ്സ് നോട്ട് റൈറ്റ്, ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ എല്ലാവരും ഡോൺ കെയർ ആണ്, അതുകൊണ്ട് അവരും ആ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകും എന്ന് വിചാരിക്കാം. പക്ഷേ ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി മറ്റൊരു പുതിയ ഒരു ബ്ലോഗറോ അല്ലെങ്കിൽ യൂട്യൂബറോ ഇവിടെ വന്ന ഒരു അക്കോമഡേഷന് ശ്രമിക്കുമ്പം മിക്ക ഫാമിലികളും ഒന്ന് പുറകോട്ട് മാറും. കാരണം എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോ വയ്യാവേലി, നാട്ടിലെ ഭാഷയിൽ പറഞ്ഞ വയ്യാവേലി എടുത്ത് തലയിൽ വെക്കുന്നത് എന്ന് ആൾക്കാർ ചിന്തിക്കും. ഞാനടക്കം ചിന്തിക്കും. കാരണം എന്തിനാ വെറുതെ, നമുക്ക് അറിയാവുന്ന ഒരാളെ അക്കോമഡേറ്റ് ചെയ്താൽ മതിയല്ലോ. അതിപ്പോൾ അറിയാവുന്ന ആളാണെങ്കിൽ പോലും നമ്മൾ ഒരു തേർഡ് പാർട്ടി നമ്മുടെ വീട്ടിൽ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. അത് ഇവിടുത്തെ ഒരു എന്താ പറയുക, ഇപ്പോൾ ജോബ് സ്കെഡ്യൂള്, ടൈം സ്കെഡ്യൂള്, ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണത്. അത് നമുക്ക് അത് അനുഭവിച്ചാലല്ലേ, എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ആ കുട്ടി ആ ബ്ലോഗ് അല്ലെങ്കിൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് ഒട്ടും ശരിയായില്ല എന്നാണ് എൻ്റെ ഒരു തിങ്കിങ്. സോ ഐ ഡോണ്ട് നോ വാട്ട് യു ഗൈസ് തിങ്ക്. ഓക്കെ, ബൈ.